എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു ദോശയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ കറികളുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. വേണമെങ്കിൽ നമ്മൾ സാധാരണ ദോശയുടെ കൂടെ കഴിക്കാറുള്ള നാളികേര ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് ഇനി ആവശ്യമുണ്ട്. ഇപ്പം ഞാനിത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. വലിയ സബോളയാണെങ്കിൽ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയിലയാണ്. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വളരെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാതും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ചേർന്നാലാണ് ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ദോശ നമുക്ക് എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് വേണ്ടത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് റവ എന്ന കണക്കിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിലല്ല, കുറച്ചുകൂടി ലൂസായിട്ടുള്ള പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഞാനതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കണം. എന്നാലേ ദോശ നല്ല നൈസായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു ദോശത്തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെയാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ദോശത്തവ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ചെറിയ ഹോളുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ വെള്ളം കുറഞ്ഞു പോയാലും ദോശ നന്നായിട്ട് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ആദ്യം ഒരു 15 സെക്കൻഡോളം അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് വന്നു തുടങ്ങിയാൽ നമുക്കിത് എടുക്കാം. മുകളിൽ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രാവിലെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.